ശശികുമാർ സാറിന്റെ മുഖ്യ പ്രഭാഷണമാണ്. നമസ്കാരം. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ബാലഗോകുലത്തിന്റെ പ്രയർ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നാണ്. ആണോ അല്ലയോ? ആണോ? എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ കുറെ മന്ത്രങ്ങളൊക്കെ വെക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? അതിനുവേണ്ടി ക്യൂ ഒക്കെ കാണാം. അവരോടൊക്കെ പറയാനുള്ളത് ബാലഗോകുലത്തിന്റെ മന്ത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണയാണ് മഹാമന്ത്രം. കലികാലത്തിൽ ഏറ്റവും വലിയ മന്ത്രം. അതിന്റെ അർത്ഥം എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല. ഹരേ രാമ ഹരേ കൃഷ്ണ. എന്താണ് ഹരേ രാമ? എന്താണ് ഹരേ കൃഷ്ണ? ഞാൻ പറയാറുണ്ട് തമാശയ്ക്ക്, ഭംഗിയുള്ള പെൺകുട്ടികളൊന്നും ഇത് ചൊല്ലരുത് എന്ന്. ഹരേ എന്ന് പറഞ്ഞാൽ കട്ടുകൊണ്ടുപോവാന്നാണ്. അപ്പൊ അടുത്ത വീട്ടിലെ ഏതെങ്കിലും പയ്യന്മാരൊക്കെ അവരുടെ പേര് ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ രാമനും കൃഷ്ണനൊക്കെ ആക്കിയിട്ട് പെൺകുട്ടികളെ കട്ടുകൊണ്ടുപോയാലും കേസ് കൊടുക്കാൻ പറ്റില്ല. ഹരേ രാമ, രാമ എന്നെ കട്ടുകൊണ്ടുപോകും. ഹരേ കൃഷ്ണ, കൃഷ്ണ എന്നെ കട്ടുകൊണ്ടുപോകുന്നു. പല മന്ത്രങ്ങളുടെയും അർത്ഥം കൃത്യമായിട്ട് അറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. വളരെ എളുപ്പമുള്ള പല വാക്കുകളും ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളും അതല്ലാത്തതും പുതിയ ജനങ്ങളിലേക്ക് എത്തില്ല എന്നൊരു തോന്നലുണ്ടായിരുന്ന കാലത്താണ്. പണ്ട് കാലത്ത് ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ കുറെ പഠിക്കാൻ പോവുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാലം പോയി. 2050 ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ചെറിയ ആക്ടിവിറ്റിയാണ് 2070-80 കാലഘട്ടത്തില് MA കൃഷ്ണൻ സാറിന്റെ, എനിക്ക് തോന്നുന്നു ഇവിടെ പറയാതെ പോകരുത് പേരുകളൊക്കെ, കാരണം ആഘോഷിക്കുന്നത് രജത ജൂബിലി ആഘോഷം. അപ്പൊ ആര് തുടങ്ങി ബാലഗോകുലം? എവിടെ തുടങ്ങി? എന്താണ് അതിന്റെ ചരിത്രം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. രജിസ്റ്റർ ചെയ്ത് 2080 പോലും 2070 തന്നെ പ്രാരംഭ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പ്രസിദ്ധ കവികളായിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി എന്നറിയുന്ന മലയാള കവി, കുട്ടിക്കവി ആരാ? കുഞ്ഞുണ്ണി മാഷ്. കുള്ളനായി കിറുക്കനായി ജനിച്ചോരുണ്ണി ഞാൻ കുഞ്ഞുണ്ണി, എന്നെ കണ്ടോരോ ഭാഗ്യവാന്മാർ, കാണാത്തോർ മഹാഭാഗ്യവാന്മാർ. എത്രയെത്ര കവിതകളാണെന്നറിയോ? അടുത്ത കാലത്ത് ആലപ്പുഴയിലൊരു സ്കൂളിൽ പോയ സമയത്ത്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ട്, ഫലകങ്ങളും പേടകങ്ങളും പുസ്തകങ്ങളും അതൊന്നും അല്ല വേണ്ട, കുട്ടികളുടെ നല്ല കവിതകൾ കേൾക്കണം എനിക്ക്. ഇപ്പൊ കുഞ്ഞുണ്ണി മാഷ മരണത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചുമുള്ള കവിതകൾ ചൊല്ലണമെന്ന് നിർബന്ധിച്ചു. കുഞ്ഞുണ്ണി, ഡോക്ടർ TPS, ആലപ്പുഴ BLDS, ബ്രൈറ്റ് ലാൻഡ് ഡിസ്കവറി സ്കൂൾ നോക്കിയാൽ ആ കവിതകൾ കേൾക്കാം. എന്ത് അസലായിട്ട് ആ പിള്ളേർ ചൊല്ലിയെന്നറിയും. മരണത്തിന് 2-3 വാക്കുകളല്ല, ജനനത്തിന് 3-4 വാക്കുകളേ ഉള്ളൂ. മരണത്തിന് 30-ലധികം വാക്കുകളുണ്ട് കേരളത്തിൽ, മലയാളത്തിൽ മാത്രം. കാറ്റടിച്ചു പോയി, ചത്തുപോയി, കാലം കഴിഞ്ഞു പോയി, തീപ്പെട്ടു പോയി. ഇപ്പൊ വാക്കുകൾ പഠിക്കണമെങ്കിൽ കവിതയിലൂടെ പഠിക്കാൻ പറ്റും. എന്തിനാണ് ഈ ചെറിയ കുട്ടികളെ നമ്മൾ കവിതകൾ പഠിപ്പിക്കുന്നത്? കവിതകളും കഥകളും ഉള്ള മനസ്സിൽ കലാപങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. ഇപ്പൊ എന്തിനാണ് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ച് വെറുതെ സമയം കളയണം? മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിപ്പിച്ചാൽ പോരെ? മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും മാത്രം പോരെ? ഹ്യൂമാനിറ്റീസ് വേണോ? സയൻസ് സബ്ജക്റ്റും ടെക്നോളജി സബ്ജക്റ്റും മാത്രം മതിയോ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മിനിഞ്ഞാന്ന്
ഡൽഹിയിലെ ഹൻസ്രാജ് കോളേജിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിന്റെ സ്വാമി വിവേകാനന്ദ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നതാണ്. അവിടെയും ചോദിക്കേണ്ട എന്തിനാ ഈ ഫിലോസഫി പഠിക്കണത്? എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. അതിന് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ. ലോകത്തിൽ ഇന്നുള്ള ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും ബെസ്റ്റ് കാർ ആരുടെയാണ്? ആ കാറിന്റെ പേരെന്താ? ബാബു പണിക്കർ. ഏറ്റവും ബെസ്റ്റ് കാർ ലോകത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രസിദ്ധമായത് ആരാ പറഞ്ഞ? ടെസ്ലയാണ്. ആ ടെസ്ല സ്വാമി വിവേകാനന്ദനെ കണ്ടിരുന്നു ടെസ്ല ആവുന്നതിന് മുമ്പ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സയന്റിഫിക് കണ്ടുപിടുത്തത്തിന് മുമ്പ് 1893 30 വയസ്സുള്ള സമയത്ത് വിവേകാനന്ദ സ്വാമികളും ടെസ്ലയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ടെസ്ല യഥാർത്ഥ സയന്റിസ്റ്റ് ആവുന്നത്. അപ്പൊ ടെസ്ലയെ സയന്റിസ്റ്റ് ആക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദാണ്. പിന്നെയും കാണണമെന്ന് ആഗ്രഹിച്ച് 3 വർഷത്തിന് ശേഷം ഒരു വലിയ സിനിമാ നടി അറേഞ്ച് ചെയ്ത പ്രോഗ്രാമിൽ 2 പേരും പങ്കെടുത്തിരുന്നു. ഫ്രഞ്ച് ലേഡിയാണ്. ആ പ്രോഗ്രാമും കഴിഞ്ഞപ്പോൾ ടെസ്ല പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സയൻസ് മനസ്സിലാവുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നറിയോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. അത് തുടങ്ങിയത് ആരാണെന്നറിയോ? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനും ടാറ്റയും കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് എന്തിനാണ് നിങ്ങൾ മെറ്റൽ മേടിക്കാൻ ലോകരാജ്യങ്ങളിലേക്ക് പോകുന്നത്, ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ സയൻസ് എനിക്കറിയില്ല എന്ന് ടാറ്റ പറഞ്ഞപ്പോൾ ടാറ്റയോട് ചോദിച്ചു, ഞാൻ സ്ഥലം തരാം, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പറഞ്ഞു. എന്ത് ധൈര്യത്തിലാണ് സ്ഥലം തരാന്ന് പറയുന്നത്? ഒരു തുണ്ട് ഭൂമി പോലും കയ്യിലില്ലാത്ത സ്വാമി വിവേകാനന്ദൻ അന്ന് കണ്ണായ ബാംഗ്ലൂർ സിറ്റിയില് മഹാരാജാവിനോട് ഉടനെ പറഞ്ഞു. മഹാരാജാവ് വിവേകാനന്ദ സ്വാമികളുടെ ഒരു ഭക്തനായിരുന്നു. അങ്ങനെ മൈസൂർ മഹാരാജാവിനോട് പറഞ്ഞ് കൊടുത്തിട്ടുള്ള സ്ഥലമാണ് ടാറ്റ തുടങ്ങിയ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ലോകത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ്. ആ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആവാൻ വേണ്ടി ടാറ്റ സ്വാമി വിവേകാനന്ദനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഡയറക്ടർ പൊസിഷൻ കൊടുത്തിരുന്നു. ആർക്ക്? BSc പോലും ഇല്ലാത്ത, സയൻസ് പഠിക്കാത്ത സ്വാമി വിവേകാനന്ദൻ. അപ്പൊ സയന്റിഫിക് ആയിട്ട് വളരണമെങ്കിൽ, സയൻസിൽ ഉന്നതിയിൽ എത്തണമെങ്കിൽ ഒരു ഫിലോസഫർ ആയാൽ മതി എന്നാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ സുദർശനം എന്നാണ്. ബാലഗോകുലം കുട്ടികളൊക്കെ ചൊല്ലി നടക്കുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത ആര് പറഞ്ഞു കൊടുത്തതാണ്? കൃഷ്ണൻ. പക്ഷെ കൃഷ്ണൻ ഒന്നും പറയാൻ സാധിക്കുന്നതായിരുന്നു അർജുനൻ ഇല്ലായിരുന്നെങ്കിൽ. അപ്പൊ ഭഗവത്ഗീത ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അർജുനന്റെ ചോദ്യങ്ങളാണ്. നല്ല ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കുകയാണ് ഒരു രാജ്യം നന്നാവാൻ ഏറ്റവും അത്യാവശ്യം. പക്ഷെ ഇന്ന് കുറേ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളാണ്. മില്യൺസ് ഓഫ് ടീച്ചേഴ്സ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് അവസരം തന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻജി. അദ്ദേഹം ഒന്ന് പരിചയപ്പെടണം ബാലഗോകുലത്തിനൊക്കെ. ഡൽഹിയിൽ വന്നിട്ട് അങ്ങനെ അറിയപ്പെടാതെ പോരുത്. കമോൺ ഉണ്ണികൃഷ്ണൻജി, കം ടു സ്റ്റേജ്. ഉണ്ണികൃഷ്ണൻജിയാണ് വിവേകാനന്ദനുമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടുതൽ വിവേകാനന്ദനുമായിട്ട് അടുപ്പമുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഡ്യൂക്കേഷണൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻജി. അദ്ദേഹം നോർത്ത് ഈസ്റ്റിലുള്ള വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയാസ്, നോർത്ത് ഈസ്റ്റിലുള്ള അരുണാചൽ പ്രദേശിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയങ്ങളാണ്. അതിന്റെ എഡ്യൂക്കേഷൻ ഓഫീസർ ആയിരുന്നു, ഇപ്പല്ല, ആയിരുന്നു. അദ്ദേഹം ആയിരുന്ന കാലത്ത് എല്ലാ വർഷവും കുട്ടികളുടെ 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ ക്യാമ്പുകളിൽ ഞാൻ പോയി ക്ലാസ് എടുക്കാറുണ്ട്. ഒരുവിധ എല്ലാ സ്കൂൾസും 35 സ്കൂൾസോളം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്.
അതെ 35 സ്കൂൾസോളം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻജിയുടെ കൂടെ. അവിടെയൊക്കെ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ സ്ഥാനത്ത് ഇരുന്ന ആളാണ് അദ്ദേഹം. ഇപ്പൊ ഡൽഹിയിലാണ്. അപ്പൊ നിങ്ങൾ വിട്ടുകളയരുത്, ഉപയോഗിക്കുക, നല്ലപോലെ ഉപയോഗിക്കണം. ഞാൻ പഠിച്ചിട്ടുള്ള കുറേ വിഷയങ്ങൾ വിവേകാനന്ദ സ്വാമിയുമായിട്ട് എൻ്റെ ബന്ധം, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തുന്നത് തന്നെ ഞാൻ ഹൈദരാബാദിൽ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയ തുടങ്ങുന്ന കാലത്ത് മുതൽ കൂടെ ഉണ്ടായിരുന്ന പലരും രാമകൃഷ്ണ മഠത്തില് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ് എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ 10 വർഷത്തോളം ഞാൻ രാവിലെയും വൈകുന്നേരവും പഠിപ്പിക്കും. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു 7 മണി മുതൽ 9 മണി വരെ, ഓഫീസ് കഴിഞ്ഞാൽ ഒരു 7 മണി മുതൽ 9 മണി വരെ അവിടെ യൂത്ത് ഡെവലപ്മെന്റിനുള്ള കുറെ പ്രോഗ്രാംസ് ചെയ്യായിരുന്നു. ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തും പല മനുഷ്യരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ദർശനമാണ് സുദർശനം. ആ സുദർശനമാണ് ഭഗവാന്റെ ആയുധം. അത് ഫിലോസഫിയാണ്. ഭഗവാനും ഫിലോസഫറാണ്. ഡോക്ടർ കൃഷ്ണന്റെ ഫിലോസഫി ഡോക്ടർ കൃഷ്ണൻ പഠിച്ചത് അർജുനനെ പഠിപ്പിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന വസിഷ്ഠൻ രാമനെ പഠിപ്പിച്ചതാണ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ കടന്നു പോകുന്ന ഈ ബോധം, ഈ മനസ്സ് വിവേകവും ആനന്ദവും ഉണ്ടാവണമെന്നാണ്. വിവേകാനന്ദ സ്വാമികളുടെ പേര് വലിയ പേരാണ്, ചെറിയ പേരല്ല. വിവേകവും ആനന്ദവും. നമുക്കില്ലാത്ത വിവേകമായിപ്പോ വിവേക വിവേചന ബുദ്ധിയാണ് മനുഷ്യനുണ്ടാവേണ്ടത്. എവിടെ എന്ത് ആര് എങ്ങനെ എപ്പോ ആരോട് എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ള അറിവാണ് അറിവ്. അതല്ലാതെ കുറെ ജാർഗൺ പഠിച്ചിട്ട് കാര്യമില്ല. 2010 ഞാൻ 2007 മുതൽ 2009 വരെ ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ഡൽഹിയിൽ ഞാൻ ആ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. എല്ലാ മുക്കിലും മൂലയ്ക്കും എത്തിയിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രോഗ്രാം ആയാലും മന്നത്തിന്റെ പ്രോഗ്രാം ആയാലും NSSന്റെ പ്രോഗ്രാം ആയാലും. അന്ന് തുടങ്ങിയിട്ടുള്ള ഗ്ലോബൽ നായർ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അങ്ങനെയാണ് ഇവിടെ തുടങ്ങിയത്. നമ്മുടെ പല പല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ ഓൺലൈനായിട്ടുണ്ടായിരുന്ന കാലത്ത് 1-2 പ്രോഗ്രാംസ് ഉണ്ടായി എന്നല്ലാതെ ഡൽഹിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഡൽഹിക്കാർ അങ്ങനെയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അങ്ങനെയാണെന്നാണ് ഇപ്പോഴും ഞാൻ അറിയുന്നത്. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ അടുപ്പിക്കില്ല. പക്ഷെ എന്നാലും സന്തോഷമുണ്ട് തിരിച്ചു വരികയും ഈ ഒരു ആക്ടിവിറ്റി കാണുകയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ 2010 ഹൈദരാബാദിൽ എൻ്റെ വീട്ടിലാണ് ബാലഗോകുലം തുടങ്ങുന്നത്. അന്ന് ഞാൻ തുടങ്ങിയതാണ് ബാലഗോകുലം പ്ലസ് പ്ലസ് എന്ന ബാലഗോകുലം പ്ലസ് പ്ലസ് എന്നൊരു യൂട്യൂബ് ചാനൽ തന്നെയുണ്ട്. ഇപ്പൊ 200-ലധികം വീഡിയോസ് അതിനകത്തുണ്ട്. ആ 2010 ഏപ്രിലാണ് ഇന്റർനാഷണൽ ബാലഗോകുലം പ്രോഗ്രാം തൃശ്ശൂർ നടക്കുന്നത്. ഏപ്രിൽ 2-3. ആ പ്രോഗ്രാമിന്റെ MA സാറ് ചെയർമാനും ഞാൻ വൈസ് ചെയർമാനും ആയിരുന്നു. ഇപ്പൊ ബാലഗോകുലവുമായിട്ട് വളരെ കൂടുതൽ ബന്ധം കുറെ കാലത്ത്. കുവൈത്തിൽ തുടങ്ങിയത് ഞാനാണ്. ഇവിടെ തന്നെ അന്ന് NSSന്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് ഓണം പരിപാടിക്ക് പോയ സമയത്ത് ജയ്പൂരിൽ തുടങ്ങിയത് ഞാനാണ്. ഇപ്പൊ പോയ സ്ഥലത്തൊക്കെ കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് അന്ന് തുടങ്ങും ശ്ലോകം പഠിപ്പിക്കാൻ. എന്നിട്ട് പറയും ഇതാണ് ബാലഗോകുലം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട്, നിത്യശ്ലോക എന്ന് പറഞ്ഞിട്ട്. ആ നിത്യശ്ലോക ചെന്നൈയിലെ 5 ലക്ഷം കോപ്പികളാണ് അവിടെയുള്ള ഒരു വ്യക്തി പ്രിന്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്ന ചില സംഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അവസാനമായിട്ട് MA കൃഷ്ണൻ സാറിനെ, MA സാർ എന്നാ പറയാറ്, MA കൃഷ്ണൻ സാറിനെ ഞാൻ കാണുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഒരു പ്രോഗ്രാമുമായിട്ട് ഞാൻ മുറിയിൽ പോയി കുറേ സമയം ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കേണ്ടായി. തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ആരും വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കാത്ത സമയത്താണ് ഞാൻ കുറേ സമയം അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നത്. വലിയ മോഹം. അങ്ങനെയാണ് ഭഗവത്ഗീതയും കൃഷ്ണയും ഒക്കെ അടങ്ങുന്ന ഒരു സെന്റർ തൃശ്ശൂർ ഉണ്ടാവണമെന്നും ആ സെന്ററിന്റെ ആക്ടിവിറ്റികൾ ചെയ്തതിന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ ആധുനിക ലോകത്തിൽ
അതിന് ഉതകുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നല്ല പ്രസൻസ് ഓഫ് മൈൻഡും റെസ്പോൺസും, ആ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, ആ ശാസ്ത്രബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് ചെയ്തിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ. ഇന്ന് ജനുവരി 12 നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഇതിന് കുറച്ചു കാലം മുമ്പ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം 150 വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇത്ര ചെറിയ കുട്ടികളല്ല, ബാലഗോകുലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ഇത്തരം കർമ്മങ്ങളുമായിട്ടുള്ള ബന്ധമില്ലാണ്ടാവും. അപ്പൊ അവരെ സംഘടിപ്പിക്കാൻ ഞാൻ ഹൈദരാബാദിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു യൂത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. അത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഓഫ് ഇന്ത്യ എല്ലാം കണക്ട് ചെയ്തിട്ട് 100-ലധികം കുട്ടികളുടെ കുറെ അവരുടെ ആഗ്രഹങ്ങൾ, ഭാരതം എന്താവണം, അതാണ് സ്വാമി വിവേകാനന്ദന്റെ ഒക്കെ ഒരു ആഗ്രഹം. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്നാണ്. ആ ദേവനിർമ്മിതമാകുന്ന ദേശത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേര് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംരംഭത്തില് 100 കുട്ടികളെ കൊണ്ട്, കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ബിടെക്കിനൊക്കെ പഠിക്കുന്ന, MBA ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് കുറെ ആർട്ടിക്കിൾസ് എഴുതിയെടുത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ. റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ. ആ റേസ് എന്ന് പറയുന്നത് ഇന്നത്തെ യൂത്താണ്. ഏറ്റവും കൂടുതൽ പവർ എന്ന് പറയുന്നത് ഇന്നത്തെ യൂത്താണ്. അതിനുവേണ്ടി ജീവിച്ച് അവരെ നന്നാക്കിയെടുക്കാനുള്ള കുറെ കൊട്ടേഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ. എന്റെ ഒരു കവിത തന്നെ, ഒരു കവിതാ സമാഹാരം എഡിറ്റ് ചെയ്തിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളുടെ കൊട്ടേഷൻസിലെ പോയറ്റിക് ആസ്പെക്ട്സ് എന്നതിൽ PhD ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ വിവേകാനന്ദ സ്വാമികളുടെ കോട്ടിന്റെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന്റെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒരു പോയറ്റിക് ആസ്പെക്ട് ഉണ്ട്, കവിത്വമുണ്ട് അതില്. ആ കവിത്വത്തെ കുറിച്ച് മാത്രം PhD ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ആ കൊട്ടേഷൻസ് വളരെ കാച്ചിങ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. അത് കംസ് ഫ്രം ദ ഹാർട്ട്, ഇറ്റ് കംസ് ഫ്രം ദ ഹാർട്ട്, ഇറ്റ് ഗോസ് ടു ദ ഹാർട്ട്. ബുദ്ധിയിൽ നിന്നല്ല വരുന്നത്. ഭാഷകൾ വരേണ്ടത് മനസ്സിൽ നിന്നാണ്. മനസ്സിൽ നിന്ന് വരുമ്പോഴാണ് കവിയാവുക, അപ്പോഴാണ് എഴുത്തുകാരാവുക. അങ്ങനെ വലിയ എഴുത്തുകാരനായിരുന്നു സ്വാമി വിവേകാനന്ദൻ, വലിയ വായനക്കാരനായിരുന്നു. ഇത്രയും നല്ല മസിലുള്ളൊരു വ്യക്തിയെ കാണാൻ സാധിക്കില്ല നമുക്ക് ചിലപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിലെ ആ മുനമ്പിൽ നിന്നും വിവേകാനന്ദ പാറയിലേക്ക് നീന്തി 3 ദിവസം അവിടെ താമസിച്ചു. ബാക്കിയുള്ളവർക്ക് ആർക്കും അവിടെ എത്താൻ പറ്റുന്നില്ല, കാരണം ബോട്ട് പോലും ഇല്ലാത്തൊരു കാലം, തോണിയൊന്നുമില്ല. തിരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ സ്വാമിജിയോട് ചോദിച്ചു എന്ത് ചെയ്യായിരുന്നു. ഭാരതത്തിന്റെ പ്രോബ്ലത്തെ കുറിച്ച് ഞാൻ ആലോചിക്കായിരുന്നു, വലിയ പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള സൊല്യൂഷൻ, പ്രിസ്ക്രിപ്ഷൻ എഴുതുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു പ്രോബ്ലം? തൂഷ്ണീഭാവം എന്നാണ്. മടിയന്മാരാണ് ഭാരതീയരെന്നാണ് അദ്ദേഹത്തിന്റെ. ഈ കിടന്നുറങ്ങിയിട്ട് എഴുന്നേക്കാനുള്ള ഒരു മടിയുള്ളൊരു സമയം ഉണ്ടാവില്ലേ, അല്ലേ? ആ എഴുന്നേക്കാൻ മടിയുള്ള ആ സമയത്തിനെയാണ് തൂഷ്ണീഭാവം എന്ന് പറയാം. ഉറങ്ങണുണ്ടോ? ഇല്ല. ഉണർന്നു. എന്നാ എഴുന്നേറ്റോ? ഇല്ല. ഗെറ്റിംഗ് അപ്പ് ആൻഡ് വേക്കിംഗ് അപ്പ്, അതിനിടയിലുള്ള ഒരു സമയം. വേക്കിംഗ് അപ്പ് ആൻഡ് ഗെറ്റിംഗ് അപ്പ്, അത് മാറ്റണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അങ്ങനെ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ഒരാളാണ്, എല്ലാ ദിവസവും നീന്തുന്ന ഒരാളാണ്, നല്ല സുമുഖൻ, കാണാൻ ഭംഗിയുള്ള ഒരാള്. അദ്ദേഹത്തിന് അമേരിക്കയിലെ 4 മിനിറ്റ് പ്രഭാഷണമാണ് ചിക്കാഗോയിൽ നടത്തിയത്. അത് കഴിഞ്ഞ് താമസിച്ചു കുറെ കാലം. കാരണം പലർക്കും അവരുടെ വീടുകളിൽ ഇദ്ദേഹം താമസിക്കണമെന്ന് ആഗ്രഹം. അവിടെയൊക്കെ കൊണ്ടുപോയി താമസിപ്പിച്ചു. കുറെ ലെറ്റേഴ്സ് വരുമായിരുന്നു, മിക്കവാറും ലവ് ലെറ്റേഴ്സ് ആണ്. അപ്പൊ അവർക്കൊക്കെ മറുപടി എഴുതാൻ പറഞ്ഞു. ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളൊക്കെ പറയും ഞങ്ങളും സഹായിക്കാൻ എഴുതാൻ. പറയും എനിക്ക് വന്ന ലവ് ലെറ്റർ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞത് അങ്ങേ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമേരിക്കയിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ദിവസം പോയിട്ട് വിവാഹം കഴിച്ച് പിറ്റേ ദിവസം വിടാൻ പറ്റും. അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോ അങ്ങയെപ്പോലെ ഒരു പുത്രനെ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ ഉടനെ തന്നെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു അമ്മേ, ഇന്നു മുതൽ അമ്മയാണ് എനിക്ക് നിങ്ങൾ. അതുകൊണ്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, എങ്ങനെ ഉണ്ടാവും ആ കുട്ടി ഉണ്ടായാലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ അങ്ങയുടെ പുത്രനാണ് ഞാനെന്ന് കരുതിയാൽ മതി എന്ന് പറയുന്ന ഒരു ഭാവം, അതാണ് സ്വാമി വിവേകാനന്ദന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം ഫിസിക്കൽ
അസുഖമില്ലാത്തവരില്ലേ ഇല്ല. സുഖം ആണ് വേണ്ടത്. ഞാൻ ഘം ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, എന്റെ ഡിപ്പാർട്ട്മെന്റ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ ഘം എന്നാണ്. അതിൽ സു ചേർക്കുമ്പോഴാണ് സുഖവും ദു ചേർക്കുമ്പോഴാണ് ദുഃഖവും. എപ്പോഴും സുഖം ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അസുഖം ഉണ്ടായിട്ട് പോലും സ്വാമി വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ 39ാമത്തെ വയസ്സിൽ മരിക്കും, 40-ന് ശേഷം പോവില്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ചെറുപ്പകാലത്തിൽ തന്നെ. അതുകൊണ്ട് എത്ര കാലം ജീവിക്കുമെന്നുള്ളതല്ല, നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയുതും ചിരമെന്നാണ്. എത്ര കാലം ജീവിച്ചാലും ജീവിക്കുന്ന സമയത്തൊക്കെ ഞാൻ ജ്വലിച്ചുകൊണ്ട് ജീവിക്കണം, അങ്ങനെ ആവണം എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്റലക്ച്വലി ഷാർപ്പ്, ഇമോഷണലി ബാലൻസ്ഡ്, ഫിസിക്കലി സ്ട്രോങ്, സോഷ്യലി ആക്റ്റീവ്. ആ സോഷ്യലി ആക്റ്റീവ് ആയതുകൊണ്ടാണ് ടാറ്റയെ കണ്ടപ്പോഴും ടെസ്ലയെ കണ്ടപ്പോഴും ഒക്കെ സംസാരിക്കാൻ പറ്റുന്നത്. നമ്മളൊക്കെ മടിയന്മാരാ, ആരെ കണ്ടാലും അടുത്ത് സംസാരിക്കില്ല. കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഇല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാ 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 പറയുന്നതല്ല, ആൾക്കാരുമായിട്ട് ഇടപെടാനില്ല, നെറ്റ്വർക്കിങ്ങിനുള്ള എബിലിറ്റി ഉണ്ടാവണം. ഒരാളെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്. റെസ്പോണ്ട് ചെയ്യില്ല. നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു വാട്സപ്പ് അയച്ചു നോക്കൂ, അന്നേ ദിവസം നിങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ എൻ്റെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാണ്. 1,00,000-ലധികം മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വന്നതിന് ശേഷം എത്ര മെസ്സേജ്, ഞാൻ ഉണ്ണികൃഷ്ണനുമായിട്ട് എത്ര പ്രാവശ്യം മെസ്സേജ് അയച്ചു എന്ന് ആലോചിച്ചു. ഇല്ലേ, ബാബു പണിക്കറുമായിട്ട് അയച്ചു, സുരേഷിന് അയച്ചു, എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയക്കും. അങ്ങനെ 1,00,000-ലധികം പേർക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് സംശയം. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട റെസ്പോൺസാണ്. അതാണ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോണ്ടിങ് എന്നുള്ളതാണ്. നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല, നമ്മൾ എന്താ ചെയ്യാ, റിയാക്ട് ചെയ്യും. റിയാക്ഷൻ അല്ല വേണ്ടത്, റെസ്പോൺസ് ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ എന്താക്കി മാറ്റണം, റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആക്കി മാറ്റണം. ആ റെസ്പോൺസിബിൾ സിറ്റിസൺ ആക്കുന്നത് ഓരോ കാര്യത്തെയും കാണുമ്പോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം, കമ്പയർ ചെയ്യണം, ജഡ്ജ് ചെയ്യണം, അനലൈസ് ചെയ്യണം, എന്നിട്ട് മനസ്സിൽ ആക്കണം. എവിടെ ആക്കണം, മനസ്സിൽ ആക്കണം എന്നാണ് പറയുക. ആ മനസ്സിൽ ആക്കാനുള്ള കഴിവുള്ള, മനസ്സുള്ള കുട്ടികളാക്കി മാറ്റാനുള്ള ഒരു മാർഗമാണ് ഭാരതീയ സംസ്കാരം. ധർമ്മം എവിടെ നമ്മൾ പാലിക്കുന്നോ അത് കൾച്ചറായിട്ട് മാറും എന്നാണ്. എന്താണ് കൾച്ചർ, എന്താണ് നമ്മുടെ സംസ്കാരം? ധർമ്മം പാലിക്കുമ്പോൾ അത് കൾച്ചറായി മാറും, സംസ്കാരമായിട്ട് മാറും. ഇനി നമുക്കൊന്നും സംസ്കാരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതോ ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് അവർ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ പരിപാടിയിലൊന്നും പോയില്ല, കാരണം പാർട്ടിക്കാർ പെർമിഷൻ തരില്ല ഞങ്ങൾക്ക്. സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവർ ചില സംസ്കാരത്തിൽ പങ്കെടുക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ മരിച്ചു കഴിയുമ്പോ ബാക്കി എല്ലാവരും ചേർന്നിട്ട് സംസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സംസ്കാരം ജീവിക്കുമ്പോഴില്ലെങ്കിലും ഇല്ലാത്തവരെയും ഉള്ളവരെയും അവസാനം സംസ്കരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളൊക്കെ പോകുന്നത്. അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ലോകത്തിൽ എന്തു ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച ഒറ്റുത്തരേ ഉള്ളൂ. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രാജ്ഞ തദൈവം ഈശ്വര പൂജനം. ഈശ്വര പൂജ എന്ന് പറയുന്നത് എങ്ങനെ, എവിടെ, ആര്, എന്ത്, ആർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്നതാണ് നമ്മുടെ മാനവസേവ എന്ന് പറയുന്നത്. അതുണ്ടാവട്ടെ, അതുണ്ടാവണം, അതാണ് നമ്മുടെ സംസ്കാരം. വെസ്റ്റേൺ രാജ്യത്തൊക്കെ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആണ്. ഭാരതത്തില് സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു സേവയാണ്. ആ സേവയാണ് ആധ്യാത്മികതയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായും ത്യജിച്ച് സേവ ചെയ്യുന്നവരാണ് സന്യാസികൾ. സ്വയം ത്യജിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ആ ഭാവത്തിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ കുടുംബ ബന്ധത്തിലിരിക്കുമ്പോഴും സമൂഹത്തിലിരിക്കുമ്പോഴും സമൂഹത്തെ എങ്ങനെയൊക്കെ നമുക്ക് സേവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, പിന്നെ വേണ്ടത് സോഷ്യൽ. നമ്മൾ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ബീയിങ് ആണ്. ബീയിങ് ഹ്യൂമൻ, ബീയിങ് സോഷ്യൽ, അതുണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലിരിക്കുന്നതാണ് ആധ്യാത്മികത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബാലഗോകുലം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷത്തിലെത്തുമ്പോഴത്തേക്കും, പണ്ടൊക്കെ 25ാമത്തെ വർഷത്തിലൊക്കെ അതിന് മുമ്പൊക്കെ വിവാഹം കഴിയും അല്ലേ, ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പൊ ബാലഗോകുലം ഡൽഹി വിവാഹമൊക്കെ കഴിഞ്ഞ് കുറെ കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ. 25 പോരാ, ഇത് 50 ആക്കി മാറ്റാൻ സാധിക്കണം. കാരണം ബാലഗോകുലത്തിന് 5000-ലധികം കേന്ദ്രങ്ങൾ ഇന്ന്
ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അപ്പൊ ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും നടക്കട്ടെ, കുറെ കൂടി ബലവത്തായി പോകട്ടെ, നല്ല ഉന്മേഷത്തോടു കൂടി പോകട്ടെ. ഈ 25 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള 50 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ എങ്ങനെയും 10-60 വർഷം ആയിട്ടുണ്ടാവും. അപ്പൊ ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് നടന്നിട്ടുള്ള ശ്രീകൃഷ്ണാഷ്ടമിയുടെ ആ പ്രകടനം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അന്ന് എനിക്ക് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു. 2010 തന്നെ യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമായി ബാലഗോകുലം മാറിയിട്ടുണ്ട്. ഇപ്പൊ 10-14 വർഷമായി യുനെസ്കോ പോലും ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഗിന്നസ് ബുക്കിൽ വന്നിട്ടുള്ളതാണ് ബാലഗോകുലത്തിന്റെ ഇന്റർനാഷണൽ പ്രോഗ്രാംസ്. അപ്പൊ ഇത് ചെറിയൊരു പ്രോഗ്രാം അല്ല, വലിയ പ്രോഗ്രാമുകളാണ്. അപ്പൊ ഇനിയുള്ള കാലഘട്ടങ്ങളില് ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ, ഇത് അടുത്ത ജനറേഷൻസിലേക്ക് നമ്മൾ നല്ലപോലെ പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രകടനങ്ങൾ ഇപ്പൊ ഹൈദരാബാദിലെ ബാലഗോകുലം ഭാഗ്യനഗർ എന്ന പേരിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ള ബാലഗോകുലം. അതിന്റെ 10ാം വാർഷികം 2020 ആഘോഷിക്കുന്ന കാലത്ത് ബാലഗോകുലം അവിടെ നമ്മൾ കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്തു. എല്ലാ ഭാഷകളിലുള്ളവർക്കും ബാലഗോകുലം ഉണ്ട് അവിടെ. അപ്പൊ തെലുങ്കിൽ ബാലഗോകുലമുണ്ട്. തെലുങ്കിൽ എല്ലാ മലയാള പരിപാടികളൊക്കെ തെലുങ്കിലേക്ക് മാറ്റി തെലുങ്കിൽ ബാലഗോകുലം പഠിപ്പിക്കുന്നു. അപ്പൊ അത്തരത്തില് കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്ത് ബാക്കി ഭാഷക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു സന്ദർഭവും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതാവട്ടെ 25ാമത്തെ വർഷത്തിൽ നിന്ന് 50ാമത്തെ വർഷത്തിൽ എത്തുമ്പോഴത്തേക്കും ബാലഗോകുലത്തിലെ പ്രഭാഷണം മലയാളത്തിലാവാതെ ഇല്ലേ. ഏതോ ഒരു പ്രാവശ്യം ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഓംചേരി സ്റ്റേജിലിരിക്കുമ്പോഴാണ് 10ാം വാർഷികത്തിൽ കണ്ട് പഞ്ച് മലയാളികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ പഞ്ചാബികളാണ് മലയാളികളെ കൂടുതൽ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് ആ വിവാഹം ഇനിയിപ്പോ സംസാരിക്കുമ്പോൾ നമ്മൾ പഞ്ച് മലയാളത്തിൽ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അത് പിന്നെ അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യം. കാരണം ഈ സ്റ്റേജിൽ ആരൊക്കെയാണ് പഞ്ചാബികളെ കല്യാണം കഴിച്ചത് നമുക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭാരതത്തിന്റെ എല്ലാ ഭാഷകളിലുമുള്ള ബാലഗോകുലങ്ങളുടെ തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം ഡൽഹിയാണ്. ഹൈദരാബാദിൽ തെലുങ്കിൽ തുടങ്ങാം, വേറെ ഭാഷകളിൽ തുടങ്ങാൻ പറ്റില്ല. ഹിന്ദിയിലും ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ ഹിന്ദി, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ്, ഈ 4 ഭാഷകളിൽ. ഇപ്പൊ രാമായണൊക്കെ ഇംഗ്ലീഷിലൊക്കെ ആക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡോക്ടർ TPS രാമായണം എന്നടിച്ചു കഴിഞ്ഞാൽ രാമ ലക്ഷ്മണ ഹനുമാൻ ആൻഡ് സുഗ്രീവ് went to the city of Lanka wherein Sita suffered agony. അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് അതവിടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗം. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്ന കുറെ കവിത്വമുള്ള, കുറെ സന്മാർഗ ചിന്തകളുള്ള ജനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയായിട്ട് മാറട്ടെ, വലിയ സ്റ്റെപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് കാരണക്കാരായിട്ടുള്ള, എനിക്കറിയാം സുരേഷ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ബാബു പണിക്കറും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറേ ഉള്ളതാണ്. എല്ലാ ആൾക്കാരെയും, ഓരോരോ ആൾക്കാരെയും എടുത്ത് പേരുകൾ പറയുന്നത് ശരിയില്ല. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. സർ, അദ്ദേഹത്തിന്റെ ഈ മോട്ടിവേഷൻ സ്പീച്ച് എല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കാം. അദ്ദേഹം സയന്റിസ്റ്റ് ആയിരുന്നു, ഡയറക്ടർ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ, ഡെപ്യൂട്ടി ഡയറക്ടർ അറ്റ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. അവിടുത്തെ എല്ലാം സർവീസിന് ശേഷം അദ്ദേഹം ഓപ്റ്റ് ചെയ്തത് അക്കാഡമിക് ആൻഡ് മെന്ററിംഗ് യൂത്ത് ടു ക്രിയേറ്റ് ഡ്രീംസ് ആൻഡ് എൻറിച്ച് ദിയർ സ്കിൽസ് ടുവേഴ്സ് ദ നേഷൻ ബിൽഡിംഗ്. ആ നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പീച്ച് തന്നെയായിരുന്നു ഇന്നും നമുക്ക് ഇവിടെ അദ്ദേഹം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഒരു വലിയ കയ്യടി അദ്ദേഹത്തിന് നൽകുക. നമ്മൾ കാണുന്നതിനേക്കാളൊക്കെ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ TP ശശികുമാർ സർ. അദ്ദേഹത്തിന് ഷാൾ അണിയിക്കുന്നതിന് ബാലഗോകുലം ഡൽഹി അധ്യക്ഷൻ ശ്രീ PK സുരേഷിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ TP ശശികുമാർ സാറിനെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു ബാലഗോകുലം ഡൽഹി അധ്യക്ഷൻ ശ്രീ PK സുരേഷി. അദ്ദേഹത്തിന് മൊമെന്റോ നൽകുന്നതിന് ബാലഗോകുലം മുഖ്യ സचिव ശ്രീ ബിനോയ് B ശ്രീധരനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതുവഴി വരൂ ബിനോയ്ജി.
ടി പി ശശികുമാർ സാറിന് മൊമെന്റോ നൽകി ബാലഗോകുലം ഡൽഹി ആദരിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ ശശികുമാർ സാർ.